പതിറ്റാണ്ടുകളായി പ്രവാസി സമൂഹത്തിന് പ്രത്യേകിച്ച് മലയാളി യുവാക്കൾക്ക് ജീവിതം കരുപിടിപ്പിക്കാനുള്ള സുവർണ ഭൂമിയാണ് UAE. നികുതിരഹിത വരുമാനം, ഉയർന്ന ജീവിത നിലവാരം, മികച്ച സുരക്ഷിതത്വം ഇവയെല്ലാം ലക്ഷ്യമിട്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഈ മണ്ണിലേക്ക് കുടിയേറിയിരുന്നത്. എന്നാൽ ഗൾഫ് മേഖലയിലെ പുതിയ സാമ്പത്തിക സമവാക്യങ്ങൾ ഈ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്ന തരത്തിലാണ് വന്നിരിക്കുന്നത്. തൊഴിൽ വിപണിയിലെ സമീപകാല നിരീക്ഷണങ്ങൾ വിരൽ ചൂണ്ടുന്നത് നിയമനങ്ങളിലെ കാര്യമായ മന്ദഗതിയാണ്. കമ്പനികൾ തങ്ങളുടെ പ്രവർത്തന ചെലവ് ചുരുക്കാൻ നിർബന്ധിതരാകുന്നതോടെ പുതിയ തൊഴിലന്വേഷകർക്കും നിലവിലുള്ള പ്രവാസികൾക്കും ഒരേപോലെ ആശങ്കയുടെ വേളയാണിപ്പോൾ. മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ തൊഴിലിനായി ആശ്രയിക്കുന്ന രാജ്യമാണ് UAE. UAEയിലെ തൊഴിൽ വിപണി ഇപ്പോൾ മന്ദഗതിയിലാണ് നീങ്ങുന്നത്. നിലവിൽ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് UAEയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്നത്. പല പല കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ജനസംഖ്യ എടുത്ത് പരിശോധിച്ചാൽ UAEയിൽ 90% വരുന്നത് പ്രവാസികളാണ്. വിവിധ രാജ്യങ്ങളിലുള്ളവർ, പല രീതിയിലുള്ള സംസ്കാരം ഇവരെല്ലാം ഇഴകിച്ചേർന്നാണ് UAEയിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ UAEയിലെ തൊഴിൽ വിപണിയിൽ ഉണ്ടാകുന്ന ഏതൊരു മാറ്റവും പ്രവാസികളെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. പുറത്തു വന്നൊരു റിപ്പോർട്ട് അനുസരിച്ച് പ്രവാസികളുടെ പ്രതീക്ഷയ്ക്കൊക്കെ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. UAEയിൽ തൊഴിലവസരങ്ങൾ കുറയുന്നതായിട്ടാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗൾഫ് മേഖലയിൽ തൊഴിൽ തേടുന്നവർക്കും നിലവിലുള്ള UAEയിലെ പ്രവാസികൾക്കും ആശങ്ക ഉയർത്തുന്നതാണ് ഈ വിവരം. ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിലന്വേഷകരെ സഹായിക്കുന്ന ഒരു വെബ്സൈറ്റിന്റെ നിയമന സൂചിക കണക്കുകളിലൂടെയാണ് ഈ വിവരം പുറത്തു വന്നിരിക്കുന്നത്. 2026 ഏപ്രിൽ-മെയ് മാസങ്ങളിൽ പ്രതിമാസം 10,000 ദിർഹം, അതായത് ഏകദേശം 2.5 ലക്ഷം രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ജോലികളിലെ നിയമനങ്ങളിലാണ് ഏറ്റവും അധികം ഇടിവുണ്ടായിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം തന്നെയാണ് നിയമനങ്ങൾ കുറയാനുള്ള പ്രധാന കാരണം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 26% ഇടിവാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത്. ഫെബ്രുവരി 28-ന് പശ്ചിമേഷ്യൻ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതോടെ UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ സമ്പദ് വ്യവസ്ഥ മന്ദഗതിയിലായി. യാത്ര, വ്യാപാരം, ടൂറിസം തുടങ്ങിയ മേഖലകളെ ഇത് വലിയ രീതിയിലാണ് ബാധിച്ചത്. ഇതിനാൽ തന്നെ സ്വകാര്യ മേഖലയിൽ നിയമനങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. നിലവിലെ ഈ താഴ്ച പ്രധാനമായും ബാധിച്ചിരിക്കുന്നത് റീറ്റെയിൽ, ഹോസ്പിറ്റാലിറ്റി, മിഡ് ലെവൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ പരമ്പരാഗത മേഖലകളെയാണ്. ഇവിടെ പല പ്രമുഖ സ്ഥാപനങ്ങളും തങ്ങളുടെ പുതിയ നിയമനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ്. എങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പുനരുപയോഗ ഊർജം, IT തുടങ്ങിയ സാങ്കേതിക മേഖലകളിൽ ഇപ്പോഴും അവസരങ്ങളുണ്ട്. എന്തായാലും ഈ സാഹചര്യം വ്യക്തമാക്കുന്നത് സാധാരണ ജോലികൾക്കുള്ള സാധ്യതകൾ കുറയുമ്പോൾ തന്നെ വിപണി കൂടുതൽ സാങ്കേതിക നൈപുണ്യമുള്ളവരെയാണ് ആവശ്യപ്പെടുന്നത് എന്നാണ്. അതിനാൽ നിലനിൽപ്പിനായി പ്രവാസികൾ പുതിയ കഴിവുകൾ ആർജിക്കേണ്ടത് അനിവാര്യമാണ്. ഗൾഫ് മേഖലയിലെ നിലവിലെ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വങ്ങളാണ് കമ്പനികളെ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. വ്യാപാരം, ലോജിസ്റ്റിക്, ടൂറിസം എന്നിവയാണ് ഈ സാഹചര്യം കൂടുതലായും ബാധിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം ഉണ്ടായതിനു ശേഷം കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾ അതീവ ജാഗ്രതയിലാണ്, പ്രത്യേകിച്ച് ആൾക്കാരെ നിയമിക്കുന്നതിലും മറ്റുള്ള കാര്യങ്ങളിൽ. പുതിയ ആളുകളെ വലിയ ശമ്പളത്തിൽ നിയമിക്കുന്നതിന് പകരം നിലവിലുള്ള ജീവനക്കാരെ ഉപയോഗിച്ച് പരമാവധി കാര്യക്ഷമത ഉറപ്പാക്കാനാണ് കമ്പനികൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. ആഗോള വിപണിയും വിതരണ ശൃംഖലകളും പൂർണ്ണമായി ശാന്തരാകുന്നതുവരെ കമ്പനികൾ ഈ നിയന്ത്രണങ്ങൾ തുടരാൻ തന്നെയാണ് സാധ്യത. ഇടത്തരം ശമ്പളമുള്ള ജോലികൾ കുറയുന്നത് തൊഴിലന്വേഷകർക്ക് കടുത്ത വെല്ലുവിളിയാണെങ്കിലും വിപണി കൂടുതൽ ഗുണനിലവാരമുള്ള പ്രൊഫഷണലുകളിലേക്ക് മാറുന്നതിന്റെ ഒരു ലക്ഷണം കൂടിയാണ്. ഇടത്തരം ശമ്പളമുള്ള ജോലികൾ കുറയുന്നത് തൊഴിലന്വേഷകർക്ക് വെല്ലുവിളികളാണ്. ഇടത്തരം ശമ്പളമുള്ള ജോലി കുറയുന്നത് തൊഴിലന്വേഷകർക്ക് വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പഴയ രീതിയിലുള്ള തൊഴിൽ രീതികളിൽ നിന്ന് മാറി പുതിയ വിപണിക്ക് അനുസരിച്ച് യോഗ്യതകൾ മാറ്റിയെടുക്കാൻ പ്രവാസികൾ തയ്യാറാകണം. പ്രതിസന്ധികൾ മാറുമ്പോൾ കൂടുതൽ കരുത്തോടുകൂടി UAE വിപണി തിരിച്ചു വരുമെന്ന് തന്നെയാണ് പ്രവാസികളുടെ പ്രതീക്ഷ. മാറുന്ന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നവർക്ക് ഇപ്പോഴും ഗൾഫ് മേഖലയിൽ വിജയം നേടാൻ സാധിക്കും. പശ്ചിമേഷ്യൻ സംഘർഷം UAE മാത്രമല്ല, ലോകത്തെ മുഴുവനും കൂടിയാണ് ബാധിച്ചത്. ഇന്ത്യയിൽ പോലും അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായി. നമ്മുടെ നാട്ടിലും ഡീസലിന്റെയും പെട്രോളിന്റെയും ഒക്കെ വില കൂടി. പാചകവാതക ലഭ്യതയെക്കുറിച്ച് ആശങ്കകൾ ഒരു സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്തായാലും പശ്ചിമേഷ്യൻ സംഘർഷം വരുത്തി വെച്ചത് വലിയ നഷ്ടം തന്നെയാണ്. അതിന്റെ അലയൊലികൾ ലോകത്തിൽ മുഴുവൻ മുഴങ്ങുന്നുണ്ട്. ഇപ്പൊ പുറത്തു വന്ന റിപ്പോർട്ട് പ്രവാസികൾക്കൊട്ടും അനുകൂലമല്ലാത്തതാണ്. പക്ഷെ UAEയിലെ തൊഴിൽ വിപണി പഴയതുപോലെ ആകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതിന് കുറച്ച് സമയം ഒരുപക്ഷെ എടുത്തേക്കാം. എങ്കിലും UAE പഴയതുപോലെ തന്നെ തിരിച്ചു വരും.